ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. Bye.
പരിശുദ്ധൻ ദൂതരും സർവസൃഷ്ടികളും വാഴ്ത്തും ദൈവമേ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ. 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 സ്തോത്രം സ്തോത്രം യേശുവേ. സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രം യേശുവേ. സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ. 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 ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ തിരുവചനവുമായി ഇരിപ്പാൻ നമുക്കൊരു ദിവസം കൂടി കർത്താവ് അവസരം തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ശരീരത്തിലിരിക്കുമ്പോൾ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വിലയേറിയ അവസരങ്ങളാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവൻ്റെ വചനം കേൾക്കുവാനും വചനമാകുന്ന കണ്ണാടിയിലൂടെ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാനും നമുക്ക് ദിനംതോറും യേശുക്രിസ്തുവിനോട് അടുക്കുവാനുമുള്ള അവസരങ്ങളാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. തിരുവചനത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തോടനുബന്ധിച്ച് നടന്ന ചില കാര്യങ്ങളാണ് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ ചിന്തിക്കുവാൻ തുടങ്ങുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. അന്ന് ഹേരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു. മുമ്പേ അവർ തമ്മിൽ വൈരമായിരുന്നു. വൈരാഗ്യത്തിലിടുന്ന അല്ലെങ്കിൽ ഹൃദയ ചേർച്ചയില്ലാതിരുന്ന, ഹൃദയ പൊരുത്തമില്ലാതിരുന്ന പീലാത്തോസും ഹെരോദാവും തമ്മിൽ അന്ന് സ്നേഹിതന്മാരായി തീർന്നു എന്ന്. യേശുക്രിസ്തുവിൻ്റെ മരണത്തോടനുബന്ധിച്ച് അധികാരസ്ഥാനത്തിരുന്നവർ സ്നേഹിതന്മാരായി തീർന്നു. അതിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അനന്തരവരെല്ലാവരും കൂട്ടമേ എഴുന്നേറ്റു
അവനെ പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. യേശുക്രിസ്തുവിനെ എല്ലാവരും കൂടി ചേർന്ന് ബലമായി വിസ്തരിക്കുവാൻ പീലാത്തോസിൻ്റെ അരികിൽ കൊണ്ടുചെന്ന് നിർത്തി. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിനെ പീലാത്തോസ് വിസ്തരിക്കുമ്പോഴാണ് അറിയുന്നത് യേശുക്രിസ്തു ഹെരോദാവിൻ്റെ അധികാരത്തിൽ ഉൾപ്പെടുവനെന്നറിഞ്ഞിട്ട് അതിൻ്റെ 6-ാമത്തെ വാക്യം നാം വായിക്കാം. ഇത് കേട്ടിട്ട് ഈ മനുഷ്യൻ ഗലീലക്കാരനോ എന്ന് പീലാത്തോസ് ചോദിച്ചു. പീലാത്തോസ് അറിഞ്ഞു ഈ യേശു ഗലീലക്കാരനാണ്, ഈ മനുഷ്യൻ ഗലീലക്കാരനോ എന്ന് പീലാത്തോസ് ചോദിച്ചു. ഹെരോദാവിൻ്റെ അധികാരത്തിലുള്ളവനെന്നറിഞ്ഞിട്ട് ഹെരോദാവിൻ്റെ അധികാരത്തിൽ ആ പ്രദേശത്ത് പെട്ടവനാണെന്ന് അറിഞ്ഞിട്ട് യേശുവിനെ പീലാത്തോസ് ഹെരോദാവിൻ്റെ അടുക്കലേക്ക് അയച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, അതിന് താഴെ 8 മുതൽ വായിക്കുമ്പോൾ കാണുന്നുണ്ട് യേശു ഹെരോദാവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. വിസ്താരത്തിനായി യേശുക്രിസ്തുവിനെ വിസ്തരിക്കുവാനും കുറ്റം വിധിക്കുവാനുമായി ഹെരോദാവിൻ്റെ മുമ്പിൽ യേശുക്രിസ്തു നിൽക്കുകയാണ്. വായിക്കാം 8 മുതൽ. ഹെരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹെരോദാവ് യേശുക്രിസ്തുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു. യേശുവിനെ കുറിച്ച് പലതും കേട്ടിട്ടുണ്ട്. യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെന്നാണെന്ന് ഹെരോദാവ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് യേശു ഇന്ന് എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിച്ച് കൺമുമ്പിൽ കാണാൻ കഴിയുമെന്ന് ചിന്തിച്ച് ഹെരോദാവ് ഏറ്റവും സന്തോഷിച്ചു. അവനെക്കുറിച്ച് കേട്ടിരുന്നതുകൊണ്ട് അവനെ കാണാൻ വളരെ കാലമായി ഇച്ഛിച്ചു. അവൻ വല്ല അടയാളവും ചെയ്യുന്നതും കാണാമെന്ന് ആശിച്ചിരുന്നു. യേശു എന്തെങ്കിലും ഒരു അടയാളം, ഒരു അത്ഭുതം ഇന്ന് ചെയ്യുമെന്ന് യേശുവിനെ കണ്ടുമുട്ടിയ സമയത്ത് ഹെരോദാവ് ആഗ്രഹിക്കുകയാണ്. ഇന്ന് യേശു ഒരടയാളം ചെയ്ത് കാണുവാമെന്ന് അവൻ ആഗ്രഹിക്കുകയാണ്. വായിക്കാം. ഏറിയൊന്ന് ചോദിച്ചിട്ടും അവൻ അവനോട് ഉത്തരം ഒന്നും പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ആ ഏറിയോന്ന് അധികാരമുള്ളവൻ പല കാര്യങ്ങളും കർത്താവിനോട് ചോദിച്ചു. എന്നാൽ ദൈവമക്കളെ, യേശുക്രിസ്തു ഒരു ഉത്തരവും പറയാതെ മൗനമായി ഹെരോദാവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. രോമം കർത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ കർത്താവായ യേശുക്രിസ്തു അധികാരസ്ഥാനത്തിരിക്കുന്നവരുടെ ചോദ്യങ്ങളുടെ മുമ്പിൽ കർത്താവ് ഒന്നും സംസാരിക്കാതെ നിൽക്കുകയാണ്. 10 വായിക്കാം. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കഠിനമായി അവനെ കുറ്റം ചുമത്തിക്കൊണ്ടു നിന്നു. പ്രിയപ്പെട്ടവരെ, മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും യേശുവിനെ കഠിനമായിട്ട് കുറ്റം ചുമത്തിക്കൊണ്ടിരുന്നു. അവനെ വിസ്തരിക്കുവാൻ നിർത്തിയിരിക്കുമ്പോൾ അവനെതിരായിട്ട് പല ആരോപണങ്ങളും കഠിനമായിട്ട് യേശുവിൻ്റെ മേൽ അവർ കുറ്റം ചുമത്തിക്കൊണ്ടിരുന്നു. ഹെരോദാവ് തൻ്റെ പടയാളികളുമായി അവനെ പരിഹസിച്ചു, നിസ്സാരനാക്കി, ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ അടുക്കൽ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹെരോദാവിൻ്റെ അധികാരപരിധിയിൽ ഉള്ളതായിരുന്നുവെങ്കിലും ഈ ഹെരോദാവ് അവനെ ശിക്ഷയ്ക്ക് വിധിക്കുകയോ അവൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും യേശു മറുപടി കൈകാര്യം ചെയ്തിരുന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, ഹെരോദാവ് തൻ്റെ അധികാരവും മഹാപുരോഹിതന്മാരെയും പടയാളികളെയും എല്ലാം ഉപയോഗിച്ച് യേശുക്രിസ്തുവിനെ പരിഹസിക്കുകയും ഒരു നിസ്സാരനാക്കി യേശുക്രിസ്തുവിനെ ശുഭ്രവസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, അവൻ്റെ അടുക്കലേക്ക് യേശുവിനെ അയച്ച പീലാത്തോസിൻ്റെ അരികിലേക്ക് തന്നെ യേശുവിനെ മടക്കി അയച്ചു. പ്രിയപ്പെട്ടവരെ, ഹെരോദാവ് ചിന്തിച്ചു, ഈ യേശുവിൻ്റെ കാര്യത്തിൽ ഇനി ഞാൻ ഇടപെടുന്നില്ല. കാരണം യോഹന്നാൻ സ്നാപകൻ്റെ തല വെട്ടിച്ചതിൻ്റെ കുറ്റബോധം അവൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട്, ആ മനസാക്ഷി കുത്ത് ഹെരോദാവിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവൻ യേശുവിനെ നിന്ദിച്ച് പരിഹസിച്ച് ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് ഒരു നിസ്സാരനാക്കി അവനെ പിന്നെയും പീലാത്തോസിൻ്റെ അടുക്കലേക്ക് അയച്ചു. യേശുവിനെ പിന്നെയും പീലാത്തോസിൻ്റെ അടുക്കലേക്ക് അയച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, പീലാത്തോസ് ഇതാ സന്തോഷിക്കുകയാണ്. കാരണം അവർ തമ്മിൽ ഇഷ്ടക്കുറവുണ്ടായിരുന്നു, മുഷിച്ചിലുണ്ടായിരുന്നു. എന്നാൽ നാം വായിക്കുന്നു, യേശുവിനെ ക്രൂശിച്ചതോടെ, യേശുവിനെ വിസ്തരിച്ചതോടെ പീലാത്തോസും ഹെരോദാവുമായിട്ടുള്ള ആ വൈരാഗ്യം തീർന്നു എന്ന്, അവർ തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു എന്ന്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം കൊണ്ട് മാനവരാശി പ്രിയപ്പെട്ടവരെ നിരപ്പും സമാധാനമുള്ളവരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സമാധാനത്തിനായി കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യ ഹൃദയങ്ങൾ വൈരാഗ്യം കൊണ്ടും കയ്പ് കൊണ്ടും ഇഷ്ടക്കുറവ് കൊണ്ടും പരസ്പര വിദ്വേഷം കൊണ്ടുമെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു കാലയളവിലാണ്. ഇത് ആദിമ നൂറ്റാണ്ട് മുതൽ മനുഷ്യ ഹൃദയത്തിലുള്ളതാണ് വൈരാഗ്യം, ഇഷ്ടക്കുറവ്. പ്രിയപ്പെട്ടവരെ, ഹാബേലിനെ കായീൻ കൊന്നത് മുതൽ നാം പുറകോട്ട് തിരുവചനം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മനുഷ്യ ഹൃദയം എന്നും വിദ്വേഷമുള്ളതും സഹോദരനോട് വൈരാഗ്യമുള്ളതും സമസൃഷ്ടികളായ മനുഷ്യനോട് ഇഷ്ടക്കുറവും മുഷിച്ചിലും കയ്പുമുള്ളതാണെന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. എന്നാൽ
യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഹൃദയത്തിൽ കയ്പില്ലാതെ, മറ്റുള്ളവരോട് ഇഷ്ടക്കുറവില്ലാതെ, ഹൃദയ നൈർമലതയോടെ ജീവിക്കാൻ കഴിയുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്നതുകൊണ്ട് എൻ്റെ ഹൃദയം ഇന്ന് ഒരു സ്വസ്ഥതയുള്ള ഹൃദയമാണോ, സമാധാനമുള്ള ഹൃദയമാണോ, മനുഷ്യരോട് നിരപ്പുള്ള ഹൃദയമാണോ, ദൈവത്തോട് നിരപ്പുള്ള ഹൃദയമാണോ എന്ന് പ്രിയപ്പെട്ടവരെ, അന്ന് പീലാത്തോസും ഹെരോദാവും തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു. ദൈവമക്കളെ, ഈ തിരുവചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. നമുക്ക് ഈ ഭൂമിയിൽ ആരോടെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ, മുഷിച്ചിലുണ്ടോ, കയ്പുണ്ടോ? പുറമേ കാണുകയില്ല. പുറമേ നമുക്ക് കാണുമ്പോൾ സന്തോഷമായിരിക്കും. എന്നാൽ നമ്മുടെ ഉള്ളിൽ ഇഷ്ടക്കുറവും മുഷിച്ചിലും വൈരാഗ്യവും നിറഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് ദൈവമക്കളെ, അതെല്ലാം തുറന്നു പറഞ്ഞ് ഏറ്റുപറഞ്ഞ് അതെല്ലാം ഉപേക്ഷിച്ച് പ്രിയപ്പെട്ടവരെ ഒരു നിരപ്പ് പ്രാപിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടത് അതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചതുകൊണ്ട് നമുക്ക് ലഭിക്കേണ്ട ഒന്നാമത്തെ അനുഗ്രഹം അതാണ്, നിരപ്പിൻ്റെ അനുഭവം. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു മരിച്ചതുകൊണ്ട് അന്ന് അധികാര സ്ഥാനങ്ങളിൽ ഇരുന്ന പീലാത്തോസും ഹെരോദാവും തമ്മിൽ അവർ സ്നേഹിതന്മാരായി തീർന്നു എന്ന് വായിക്കാം. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 25 മുതൽ വായിക്കാം. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവൻ്റെ അഭിഷേകത്തിന് വിരോധമായും ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു. ഭൂമിയിലെ അധികാര സ്ഥാനങ്ങൾ, ന്യായകർത്താക്കന്മാര്, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവര്, ജാതികളെല്ലാം കർത്താവിന് പ്രിയപ്പെട്ടവരെ വിരോധമായി അവർ കൂട്ടുകൂടുന്നു. എല്ലാം രക്ഷകന് വിരോധമായ, യേശുക്രിസ്തുവിന് വിരോധമായ, ദൈവമക്കൾക്ക് വിരോധമായ കൂട്ടുകെട്ടുണ്ടാക്കുന്നു. വായിക്കാം. നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസന് വിരോധമായി, നീ അഭിഷേകം ചെയ്ത പരിശുദ്ധദാസനായ യേശുവിന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി. പ്രിയപ്പെട്ടവരെ, അധികാര സ്ഥാനത്തിരുന്നവര്, യഹൂദന്മാര്, ജാതികള് എല്ലാവരും പ്രിയപ്പെട്ടവരെ ദൈവത്തിന്, യേശുക്രിസ്തുവിനെതിരായി, യേശുക്രിസ്തുവിൻ്റെ മക്കൾക്കെതിരായി, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നപ്പോൾ അതിന് വിരുദ്ധമായി എല്ലാവരും പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് കൂടിയെന്ന്, ദൈവമക്കളെ ഒറ്റപ്പെടുത്തുമെന്ന്, പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു ഏകനായി നിന്നുവെന്ന്, പ്രിയപ്പെട്ടവരെ യഥാർത്ഥമായ ഒരു വിശ്വാസിയായി ഈ ലോകത്താലുള്ള കളങ്കം പറ്റാതെ നിൽക്കുന്നുവെങ്കിൽ സകലതും ചിലപ്പോൾ നമുക്ക് പ്രതികൂലമായി വരും. പ്രിയപ്പെട്ടവരെ, എല്ലാ സാഹചര്യങ്ങളും നമുക്ക് എതിരായി വന്നു എന്ന് വരാം. അധികാര സ്ഥാനങ്ങളെല്ലാം ദൈവത്തിനും ദൈവജനത്തിനും എതിരായി വന്നു എന്ന് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 3 മുതൽ വായിക്കാം. യേശുക്രിസ്തു മരിച്ചതുകൊണ്ട് അന്നത്തെ ആ സമൂഹത്തിൽ ഏറ്റവും അധകൃതവർഗമായിരുന്ന, ഏറ്റവും നിസ്സാരന്മാരായിരുന്ന, എല്ലാവരാലും അവഗണിക്കപ്പെട്ടവരായിരുന്നു കുശവന്മാര്. പ്രിയപ്പെട്ടവരെ, അവർക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം കൊണ്ട് ഒരു അനുഗ്രഹം ലഭിച്ചു എന്ന് അവിടെ നാം വായിക്കുകയാണ്. വായിക്കാം. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദാ കണ്ടു, അനുദപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്നു. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, അതെല്ലാം നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്നതുമാണ്. യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് കണ്ടപ്പോൾ ഒറ്റിക്കൊടുത്ത 30 വെള്ളിക്കാശിന് കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദായ്ക്ക് കുറ്റബോധം വന്നു, അവൻ അനുതാപം വന്നു. പ്രിയപ്പെട്ടവരെ, അവന് ഒരു മാനസാന്തരം വന്നു എന്ന് നമുക്ക് പറയാം. പ്രിയപ്പെട്ടവരെ, ആ 30 വെള്ളിക്കാശുമായി അവൻ മഹാപുരോഹിതന്മാരുടെ അരികിലേക്ക് ചെന്നു. നാം മനസ്സിലാക്കുന്നുണ്ട്, ആ മഹാപുരോഹിതന്മാർ കൊടുത്തതാണ് 30 വെള്ളിക്കാശ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ അത് മടക്കി കൊണ്ടു ചെന്നപ്പോൾ അവൻ ഏറ്റുപറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തതിനാൽ പാപം ചെയ്തിരിക്കുന്നു എന്ന്. ദൈവമക്കളെ, മഹാപുരോഹിതന്മാർ നിസ്സഹായരായി, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തവരായി യൂദായെ ഒരു കൈയൊഴിഞ്ഞ് വിടുകയാണ്. നിന്റെ കാര്യം സ്നേഹിത നീ തന്നെ നോക്കിയാൽ മതി, ഞങ്ങൾക്കതിലൊരു ബന്ധവുമില്ല എന്ന്. ദൈവമക്കളെ, അവൻ ആ കുറ്റബോധമുള്ള മനസാക്ഷിയിൽ നിന്ന് ആ 30 വെള്ളിക്കാശ്
ദൈവാലയത്തിലേക്ക് ഭണ്ഡാരത്തിലേക്ക് ഇട്ടിട്ട് യൂദാ പൊയ്ക്കളഞ്ഞു. ഇവിടെ തുടർന്ന് വായിക്കുന്നുണ്ട്, ഇത് രക്തവിലയാകയാൽ യേശുക്രിസ്തുവിനെ വിലമതിച്ച വിലയായ ആ 30 വെള്ളിക്കാശ് അത് ഭണ്ഡാരത്തിലിടുന്നത് വിഹിതമല്ല എന്ന് കണ്ടിട്ട് അവരതിനൊരു പരിഹാരം വരുത്തി. വായിക്കാം. മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശ് എടുത്തു, ഇത് രക്തവിലയാകയാൽ ഈ 30 വെള്ളിക്കാശ് യേശുക്രിസ്തുവിന്റെ രക്തവിലയാകയാൽ ശ്രീഭണ്ഡാരത്തിലിടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞ് കൂടി ആലോചിച്ചു. പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവന്റെ നിലം വാങ്ങി. ദൈവമക്കളെ, അന്ന് വരെ ആ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരായിരുന്ന, അംഗീകാരമില്ലാത്തവരായിരുന്ന ആ കുശവന്മാർക്ക് ഒരു ശ്മശാനമുണ്ടായി. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടനുബന്ധിച്ച് അവർക്ക് ഒരു ശ്മശാനം കിട്ടിയെന്ന്. ആ 30 വെള്ളിക്കാശ് കൊണ്ട് കുശവന്റെ നിലം വാങ്ങി. പ്രിയപ്പെട്ടവരെ, അവർക്ക് അത് കൈവശമായി ലഭിച്ചു എന്ന്. ദൈവമക്കളെ, ഞാനൊരു പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി, യേശുക്രിസ്തുവിൻ്റെ ആ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ അവഗണന അനുഭവിച്ചവർ, അംഗീകാരമില്ലാത്തവരായിരുന്നു കുശവന്മാരെന്ന്. ദൈവമക്കളെ, എന്നാൽ അവർക്ക് ഒരു അംഗീകാരം കിട്ടി. കർത്താവായ യേശുക്രിസ്തു ആ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തത് കൊണ്ട് കുശവന്മാർക്ക് പ്രയോജനമുണ്ടായി എന്ന്. യൂദാക്ക് ആ 30 വെള്ളിക്കാശ് ആ മന്ദിരത്തിൽ എറിഞ്ഞു കളഞ്ഞു. അതെല്ലാം നല്ലത് തന്നെ, പ്രിയപ്പെട്ട. എന്നാൽ അവന് യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് ചെല്ലുവാനുള്ള ഒരു ധൈര്യമുണ്ടായില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു മനസാക്ഷി അവനുണ്ടായില്ല. ദൈവമക്കളെ, അവൻ മഹാപുരോഹിതന്മാരെ ആശ്രയിച്ചു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവമക്കളെ, അവൻ യേശു ആരാണെന്ന് മനസ്സിലായില്ലായിരുന്നു. കൂടെ നടന്നെങ്കിലും ആരാണ് ഈ രക്ഷകനെന്ന്, ഈ യേശു ആരാണെന്ന്, അവൻ്റെ ഹൃദയം എന്താണെന്ന്, അവൻ എന്നെ എങ്ങനെയാണ് കാണുന്നതെന്ന് ഒരിക്കലും യൂദാക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എത്ര കഠോരമായ പാപം നമ്മുടെ ജീവിതത്തിൽ വന്നുവെങ്കിലും, എത്ര അരുതായികളിൽ നാം ജീവിച്ചവരാണെങ്കിലും, ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, സഹോദര, ഈ മൺകൂടാരത്തിൽ ഇരിക്കുമ്പോൾ, ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ, മകനെ, നിനക്ക് പാപക്ഷമയുണ്ട്, നിനക്ക് പാപമോചനമുണ്ട്, നിനക്ക് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള മോചനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിലെ ഒരാശ്രയ സ്ഥാനത്തിലുമല്ല സഹോദര, നിന്റെ ആശ്രയമെല്ലാം ആരോരും തുണയില്ലാത്തവനായി എങ്ങൊന്നും രക്ഷയില്ലെങ്കിൽ, മകനെ, നീ ആ കുരിശിൻ്റെ അരികിലേക്ക് ഓടി ചെന്നാൽ മതി. അവിടെ നിന്നാണ് രക്ഷ ഒഴുകി വരുന്നത്. അവിടെ നിന്നാണ് നിന്റെ വീണ്ടെടുപ്പുകാരൻ. അവിടെ നിന്നാണ് നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ. മകനെ, യേശു സ്നേഹമാണ് സഹോദര. യേശു നിന്നെ ശിക്ഷിക്കുന്നവനല്ല, അവൻ നിന്നെ തള്ളിക്കളയുന്നവനല്ല. യൗവനക്കാരി, നിന്റെ മലിനമായ ജീവിതം കണ്ടിട്ട് അവൻ നിന്നെ വെറുത്തുപേക്ഷിക്കുന്നവനല്ല. സഹോദര, നിന്റെയും ഹൃദയവാതിക്കല് നാളുകളായി മുട്ടിക്കൊണ്ടിരിക്കുന്ന കാൽവറിയിലെ സ്നേഹമാണ് മകനെ ഇപ്പോൾ നിന്നെ സന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിലേ, നീ നിരാശപ്പെടണ്ട, നീ ദൃഷ്ടി കുമ്പിട്ട് പോകണ്ട, നീ പുറകോട്ട് ചൂടുകൾ വെക്കണ്ട. മകനെ, നിന്നെ കാത്തിരിക്കുന്ന, നിന്നെ കരം പിടിച്ചുയർത്തുവാൻ, നിന്റെ മേൽ ആടിപ്പാടുള്ള കരം വയ്ക്കുവാൻ, നിന്റെ മേൽ തിരുരക്തം തളിക്കുവാൻ അധികാരമുള്ളവൻ വന്നിട്ടുണ്ട്. അവൻ്റെ സ്വരമാണ് കേൾക്കുന്നത്. ദൈവത്തിലേ, നീ കുരിശിൻ്റെ അരികിലേക്ക് ഓടി വരിക. ക്രൂശിതനായ ക്രിസ്തു നിന്നെ മാടി വിളിക്കുകയാണ്. മകനേ, മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരാമോ എന്നുള്ള ആ ഇമ്പസ്വരം. ദൈവമക്കളെ, യൂദാ കെട്ടിഞ്ഞാണ് മരിക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്നാൽ ദൈവമക്കളെ, അവന് യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ദൈവമക്കളെ, ഞാൻ ചേർത്ത് പറയട്ടെ, യേശുവിനെ സ്നേഹമായി കാണാൻ കഴിയാത്തിടത്തോളം ഒരിക്കലും നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. യേശു ശിക്ഷിക്കുന്നവനാണ്, യേശു കുറ്റം വിധിക്കുന്നവനാണ്, എൻ്റെ ജീവിതത്തിലെ കുറവുകളെല്ലാം നോക്കിയിരിക്കുന്നവനാണെന്ന് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന കാലം അത്രയും അവന് രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല. ദൈവമക്കളെ, യേശു സ്നേഹമാണെന്നും അവിടുന്ന് കരുണയാണെന്നും അവിടുന്ന് എൻ്റെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചതെന്നുമുള്ള ആ ഉൾക്കാഴ്ച നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് യേശുവിനോടുകൂടെ ജീവിക്കാൻ കഴിയുള്ളൂ. ദൈവമക്കളെ, നമ്മുടെ ഏതെങ്കിലും തീരുമാനത്തിൻ്റെ ശക്തി കൊണ്ടോ നമ്മുടെ ഏതെങ്കിലും വിൽപ്പവർ കൊണ്ടല്ല പാപത്തെ ജയിക്കുന്നത്. പിന്നെയോ യേശുക്രിസ്തുവിനോടുള്ള ആ സ്നേഹത്തിൽ നിന്നാണ് നാം പാപത്തെ ജയിക്കുന്നത്. അർഹതയില്ലാത്ത എന്നെ വീണ്ടെടുത്ത, എന്നെ സ്നേഹിച്ച, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയ, എനിക്ക് പാപത്തിൻ്റെ മേൽ ജയം തന്ന, പാപം എന്നെ തുടരുന്നുള്ള നിഷ്ഠ തന്ന ആ യേശുവിനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ കത്തി ജ്വലിച്ച് നിന്നാൽ, ദൈവമക്കളെ, ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളൊന്നും അവിടെ അടുക്കുകയില്ല. ദൈവമക്കളെ, അവിടെ ഒരു തീമതൽ സംരക്ഷണമുണ്ട്. നാം ആരും നിരാശപ്പെട്ട് മാറേണ്ടവരല്ല, നാം ആരും ഭയപ്പെട്ടു പോകേണ്ടവരല്ല. നമുക്ക് വായിക്കാം, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 11 മുതൽ വായിക്കാം. പ്രിയപ്പെട്ടവരെ, അന്ന്
കാവൽക്കാർക്ക് വേണ്ടുവോളം പണം കിട്ടിയെന്ന് അവിടെ നാം വായിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ കല്ലറയിൽ അടക്കി. പ്രിയപ്പെട്ടവരെ, കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, യഹൂദന്മാർക്ക് അത് സഹിച്ചുകൂടായിരുന്നു. അതുകൊണ്ട് അവർ ധാരാളം പണം കൊടുത്ത് അധികാര സ്ഥാനത്തിരുന്നവരെ, പടയാളികളെ അവിടെ കാവലാക്കിയെന്ന് വായിക്കാം. അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ അടക്കിയ സ്ഥലത്ത് അവനെ കാണുന്നില്ല എന്ന് മഹാപുരോഹിതന്മാരുടെ അരികിൽ വന്ന് കാവൽക്കാർ അറിയിക്കുകയാണ്. അവിടെ അവർക്ക് ധാരാളം പണം കൊടുത്ത് അവരെ കളവ് പറയുവാൻ പ്രേരിപ്പിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. അത്രയും മതി. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, ആ പടയാളികൾക്ക് ഈ പണം കിട്ടി അധികാര സ്ഥാനങ്ങളിൽ നിന്ന്. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് തെളിയിക്കുവാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം കൊണ്ട് പിന്നെയും ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11 മുതൽ നമുക്ക് വായിച്ചേക്കാം. പ്രിയപ്പെട്ടവരെ, അവിടെ ബറാബാസ് എന്നൊരു മനുഷ്യനെയാണ് നാം കാണുന്നത്. അവൻ നാളുകളായി പ്രിയപ്പെട്ടവരെ കൊലയും ഭവനവേദനയും ഈ ലോകത്തിലെ സകല പാപങ്ങളും ചെയ്ത് അവൻ ജയിലിൽ കിടക്കുന്നവനായിരുന്നു. എന്നാൽ യഹൂദന്മാരുടെ പെരുന്നാളിനോടനുബന്ധിച്ച് ഒരു തടവുള്ളിയെ മോചിക്കുക പതിവായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ യേശുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുള്ള ആ ആഗ്രഹം കൊണ്ട് പ്രിയപ്പെട്ടവരെ, അധികാര സ്ഥാനത്തിരുന്നവർ അവർ ജനത്തിൻ്റെ മുമ്പിൽ 2 പേരെ അവതരിപ്പിക്കുകയാണ്. ഈ യേശുവിനോട് ചേർന്ന് പ്രിയപ്പെട്ടവരെ ബറാബാസിനെയും അവതരിപ്പിക്കുകയാണ്. ഇതിൽ ആരെങ്കിലും ഒരാളെ വിട്ടുതരാമെന്ന്, എങ്ങനെയെങ്കിലും യേശുവിനെ വിടുവിക്കണമെന്നുള്ള ആശയോടെ നമുക്ക് വായിച്ചേക്കാം. എന്നാൽ അവൻ ബറാബാസിനെ വിട്ടുകൊടുക്കേണ്ടതിന് ചോദിപ്പാൻ മഹാപുരോഹിതന്മാർ പുരുഷാരത്തെ ഉത്സാഹിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ചോയ്സ് അവരുടെ മുമ്പിൽ വെച്ചിട്ട് മഹാപുരോഹിതന്മാര് ആ പാവപ്പെട്ട ജനത്തെ ഉത്സാഹിപ്പിക്കുകയാണ്. എന്തുകൊണ്ട്? ഞങ്ങൾക്ക് ബറാബാസിനെ മതിയെന്ന് നിങ്ങൾ ഒന്നടങ്കം വിളിച്ചു പറയണമെന്ന്. ബറാബാസിനെ മതി, യേശുവിനെ വേണ്ട എന്ന്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാറുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇതുപോലുള്ള തീരുമാനങ്ങൾ വരാറുണ്ടോ? നിങ്ങൾ ചിന്തിക്കും, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന്, എനിക്ക് യേശു വേണ്ട, ബറാബാസ് മതിയെന്ന്. ദൈവമക്കളെ, എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? യേശുക്രിസ്തു വെറുക്കുന്ന ഏതെങ്കിലും ഒരു പാപം ചെയ്യാനുള്ള അവസരം നമ്മുടെ കണ്ണിൽ മുമ്പിൽ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം അത് ചെയ്യുന്നുവെങ്കിൽ നാം ബറാബാസ് മതിയെന്ന് പറയുന്നവരാണ്. പാപത്തിൻ്റെ പ്രതീകമാണ്, പിശാചിൻ്റെ പ്രതീകമാണ് ബറാബാസ്. പ്രിയപ്പെട്ടവരെ, അവൻ എന്നും രക്ഷകന് വിരോധമാണ്. അവൻ രക്ഷകനെ ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കി ശാന്തമായി നാം ചിന്തിക്കണം. സഹോദര, ഒരു ഗ്ലാസ് മദ്യത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നിന്റെ ഹൃദയം പറയാറുണ്ടോ, മകനെ ഇത് പാപമാണെന്ന്? സഹോദര, യേശു ജയിക്കുമോ പിശാച് ജയിക്കുമോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യൗവനക്കാരാ, പാപം ചെയ്യാനുള്ള സാഹചര്യം വരുമ്പോൾ യേശുവിനെ നീ ജയിപ്പിക്കുമോ അതോ പിശാചിനെ ജയിപ്പിക്കുമോ? പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കണം. നിസ്സാരമായ ഒരു പാപത്തിൻ്റെ മുമ്പിൽ നാം ചെന്ന് നിൽക്കുമ്പോൾ യേശു ഇപ്പോൾ വേണ്ട, അല്ലെങ്കിൽ യേശു പിന്നെ മതി, ഇത് സാരമില്ല എന്ന് ചിന്തിച്ച് നാം ആ പാപത്തിൽ വീണു പോകുന്നുവെങ്കിൽ നാം അറിയാതെ തന്നെ പറയുന്നൊരു കാര്യമാണെന്ത്? എനിക്ക് യേശു വേണ്ട, എനിക്ക് ബറാബാസ് മതി എന്ന്. ദൈവമക്കളെ, ഇന്ന് അനേകരും ക്രിസ്ത്യാനികളെന്നും വിശ്വാസികളെന്നും ആത്മീയ രംഗത്ത് നിൽക്കുന്നവരെന്നും പറയുന്നവരനേകരും പ്രിയപ്പെട്ടവരെ, സാഹചര്യം വരുമ്പോൾ, പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ, പ്രിയപ്പെട്ടവർ പാപം ചെയ്യാൻ അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ, അയ്യോ യേശുവിനെ മറന്ന് എനിക്ക് ബറാബാസ് മതി, എനിക്ക് ജഡത്തിൻ്റെ സുഖം മതി, എനിക്ക് അശുദ്ധി മതി, എനിക്ക് മദ്യം മതി, എനിക്ക് ഈ ലോകത്തിലെ ഇമ്പങ്ങൾ മതിയെന്ന് നാം അറിയാതെ പറഞ്ഞു പോവുകയാണ്. ദൈവമക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും പാപത്തിൽ നിങ്ങൾ രസിച്ച് മുമ്പോട്ട് പോകുന്നവരാണെങ്കിൽ സഹോദര, നീ ഓർത്തുകൊള്ളുക, നീ ബറാബാസിനെ സ്നേഹിക്കുകയും ബറാബാസിന് നിന്റെ ജീവിതം വിട്ടുകൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയേ. ആരാണ് നിന്റെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുന്നത്? പിശാചാണോ അതോ യേശുക്രിസ്തുവാണോ? ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ആരാണ് ആരൂഢനായിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നസ്രായനായ യേശു എവിടെയുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. സഹോദര, നീ ഇന്ന് ചിന്തിച്ചു നോക്കിയേ. നീ ആ കുരിശിലേക്ക് ഒന്ന് നോക്കിയിട്ട് ചോദിച്ചേ, കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലുണ്ടോ അതോ പാപത്തിൻ്റെ അധിപതിയായ ലോകത്തിൻ്റെ അധിപതിയായ പിശാചാണോ ബറാബാസാണോ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവിക്കുന്നതെന്ന്? ദൈവത്തിലേ,
നിന്റെ ഹൃദയം ബറാബാസിന്റെ കുടിയിരിപ്പാണെന്ന് നിനക്കിപ്പോൾ ബോധ്യമുണ്ടെങ്കിൽ നിനക്കൊരു വാക്ക് പറയാം. ഇപ്പോൾ യേശുവേ, നീ നിന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പാപത്തിന്റെ അധിപതിയായ പിശാചിനോട് ഞാൻ ഇന്ന് യാത്ര പറയുകയാണെന്ന്. ദൈവമക്കളെ, അവരെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു അധികാരസ്ഥാനത്തിരുന്നവര്, മഹാപുരോഹിതന്മാർ. എന്തിനു വേണ്ടി? ബറാബാസിനെ മതിയെന്ന്. കാരണം എന്താ? യേശു ജീവിക്കരുത്, യേശുവിനെ കൊന്നുകളയണം, യേശു വേണ്ട എന്നാണ് നാം പാപം ചെയ്യുമ്പോൾ നാം അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ, ഒരാളുടെ കാര്യം കൂടി നമുക്ക് വായിച്ചു നോക്കാം. യേശുക്രിസ്തുവിൻ്റെ ആ കുരിശുമരണം കൊണ്ട് ഏറ്റവും വലിയ സൗഭാഗ്യം കിട്ടിയവനാണ് കുരിശിലെ കള്ളൻ. ദൈവമക്കളെ, ഏത് കള്ളനാണെന്ന് നാം പലപ്പോഴും വലത്തു ഭാഗത്തെ കള്ളനാണെന്ന് പറയാറുണ്ട്. എന്നാൽ തിരുവചനത്തിൽ അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ 2 കള്ളന്മാരുടെ മധ്യേ ക്രൂശിലേറ്റി എന്ന്. ആ ക്രൂശിൽ കിടന്ന് 2 കള്ളന്മാരും ഒരു സമയം വരെയും ഒരുപോലെ കർത്താവിനെ ദുഷിച്ചവരാണ്, നിന്ദിച്ചവരാണ്. യേശുവേ, നീ രക്ഷകനാണെങ്കിൽ ഇറങ്ങി വാ, ഞങ്ങളെയും കൂടെ രക്ഷിക്കണമെന്ന് അവർ ഒരുമിച്ച് പറഞ്ഞവരാണ്. എന്നാൽ ദൈവമക്കളെ, കർത്താവായ യേശു ആ ക്രൂശിൽ കിടന്ന് പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള മനുഷ്യൻ അസാധ്യമായ ഹൃദയം തൊടുന്ന ആ പ്രാർത്ഥന കേട്ടപ്പോൾ ഒരു കള്ളൻ്റെ ഹൃദയത്തിൽ ബോധ്യമായി, എന്ത്? ഇവൻ ഞങ്ങളെപ്പോലെയുള്ളവനല്ല, ഇവനൊരു സാധാരണക്കാരനല്ല, ഇവൻ സ്വർഗത്തിൽ നിറങ്ങി വന്നവനാണെന്ന്. ആ കള്ളൻ കുരിശിൽ കിടന്ന് പറയാൻ തുടങ്ങി മറ്റവനോട്, നാം സമശിക്ഷാവിധിയിലായിട്ടും നീ ഇങ്ങനെ യേശുവിനെ ദൂഷിക്കുന്നത് എന്ത് എന്ന്. ദൈവമക്കളെ, ആ കള്ളന് മനസ്സിലായി എന്ത്? ഇവൻ രക്ഷകനാണെന്ന്, ഇവൻ പർദീസയിൽ നിറങ്ങി വന്നവനാണെന്ന്, ഇവൻ ഉയരത്തിലേക്ക് കയറിപ്പോകുന്നവനാണെന്ന്. ദൈവമക്കളെ, ആ കള്ളൻ ഒറ്റ കാര്യം പിന്നെ പ്രാർത്ഥിച്ചുള്ളൂ, നിന്നെയും രക്ഷിച്ച് ഞങ്ങളെയും രക്ഷിക്കണമേ എന്നൊക്കെ ഒരു സമയത്ത് അവൻ പറഞ്ഞതാ. എന്നാൽ ഇപ്പം അവൻ്റെ പ്രാർത്ഥന മാറി, ഇപ്പം അവൻ്റെ അപേക്ഷ മാറി. ഇപ്പം അവൻ പറയുന്നത് എന്താ? യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ എന്ന്. അവന് പിന്നെ വേറെ ഒരു ചിന്തയുമില്ല. ഏതായാലും ഞാൻ കുരിശിൽ മരിക്കും, ഇനി പ്രതീക്ഷയൊന്നും ലോകത്തിലില്ല. ദൈവമക്കളെ, അവനപ്പോൾ രക്ഷകനെ പിടികിട്ടി. അവൻ രക്ഷകനോട് പ്രാർത്ഥിക്കേണ്ട കാര്യം പ്രാർത്ഥിച്ചു. അവന് കിട്ടിയ അവസരം അവൻ തക്കത്തിൽ ഉപയോഗിച്ചു. സഹോദരി സഹോദരന്മാരെ, നമുക്ക് ലഭിക്കുന്ന വിലയേറിയ അവസരങ്ങൾ ഒരിക്കലും പാഴായി പോകരുത്. നാം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണം. രക്ഷകൻ അടുത്തുള്ളപ്പോൾ, രക്ഷകൻ്റെ വചനം നമ്മെ തട്ടി ഉരുമുമ്പോൾ, രക്ഷകൻ്റെ സ്നേഹം നമ്മെ തഴുകുമ്പോൾ, സഹോദര, നീ വിളിച്ചപേക്ഷിച്ചു കൊള്ളണം, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ എന്ന്. ദൈവമക്കളെ, ആ കള്ളൻ്റെ കുറവുകളോ അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ ചെയ്തികളോ ഒന്നും എൻ്റെ കർത്താവിനോട് ചോദിച്ചില്ല. ഒറ്റ കാര്യമേ എൻ്റെ കർത്താവിനോട് പറഞ്ഞുള്ളൂ, നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കുമെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. സഹോദര, നിനക്കത് പോരെ? നിന്റെ കഴിഞ്ഞ കാലങ്ങൾ എന്തുമാകട്ടെ, യൗവനക്കാരി, എത്ര മ്ലേച്ഛതയിൽ നീ ജീവിച്ചവളുമാകട്ടെ, എത്ര യൗവനക്കാരോടുകൂടെ നീ ജീവിതം ചെലവിട്ടവളുമാകട്ടെ, സഹോദരി, ആ കള്ളനെ പർദീസയിലേക്ക് കൊണ്ടുപോയ ആ രക്ഷകൻ നിന്റെ അരികിലുണ്ട്. അവൻ നിന്നോട് ചോദിക്കുന്നുണ്ട്, മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരാമോ എന്ന്. ദൈവമക്കളെ, ആ കള്ളൻ കേട്ടതുപോലെ ആ ഭാഗ്യകരമായ സ്വരം നമുക്ക് കേൾക്കണമോ? നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്ന്. ദൈവമക്കളെ, നമുക്ക് തന്നെ സമർപ്പിക്കാം, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം, നമ്മുടെ പാപങ്ങളോട് യാത്ര പറയാം, യേശുക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കാം. രക്ഷകന്റെ കൂടെ നമുക്ക് രക്ഷകന്റെ രാജ്യത്തിലെത്തി അവനെ സ്തുതിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന് നാം മഹത്വപ്പെടുമാറാകട്ടെ.